നമസ്കാരം. നാട്ടുകാർക്ക് വേണ്ടി ജീവിത ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് നമ്മുടെ KV തോമസ് മാഷ്. ഡൽഹിയിലെ മരം കോച്ചുന്ന മഞ്ഞിൽ പോയി കിടന്ന് പിണറായി വിഭാവനം ചെയ്യുന്ന ഒരു നവകേരളത്തിനായി അദ്ദേഹം അനുഭവിക്കുന്ന ത്യാഗങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. 2 സ്വെറ്ററിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. പിണറായിയുടെ പ്രജകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നത്. സുഖമായിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കുമ്പളങ്ങിയിൽ കഴിയേണ്ട മനുഷ്യനാണ് ഇഹലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഡൽഹിയിൽ പോയി കിടന്ന് നരയിക്കുന്നത്. ഏതാണ്ട് പിണറായി വിജയൻ്റെ പ്രായത്തിന് അടുത്ത് പ്രായമുണ്ട് KV തോമസിനും. ജനങ്ങളെ സേവിക്കാനുള്ള ത്വര കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മാഷിന് ഇപ്പോൾ 78 വയസ്സുണ്ട്. കുറുപ്പശ്ശേരി വർക്കി തോമസിനെ പിണറായി ദില്ലിയിൽ ക്യാബിനറ്റ് റാങ്ക് നൽകി നിയമിച്ചപ്പോൾ മുതൽ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര കടിയാണ്. 33 വർഷം തേവര കോളേജിൽ അധ്യാപകനായിരുന്ന KV തോമസ് 20 വർഷം കെമിസ്ട്രി വകുപ്പിൻ്റെ മേധാവിയായിരുന്നു. കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള പെൻഷൻ അവിടെ നിന്നും കിട്ടും. വീട്ടു സാമാനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് അങ്ങ് കാലിയാകും. മുട്ടുവേദനയ്ക്ക് ഒരു കുപ്പി ബലാകുളച്ചാതി തൈലം വാങ്ങാൻ കാശ് ആരോടെങ്കിലും തെണ്ടണം. കോൺഗ്രസിൻ്റെ കുമ്പളങ്ങി വാർഡ് പ്രസിഡൻ്റായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒടുവിൽ AICC അംഗം വരെയായി. കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിയായി. 5 തവണ എറണാകുളം ലോക്സഭാംഗമായി. ദില്ലിയിൽ ചെന്നാൽ സോണിയാഗാന്ധിയുടെ അടുക്കള വഴിയായിരുന്നു ഹൈക്കമാൻഡിലും പാർലമെൻറ്റിലുമൊക്കെ എത്തിയത്. തോമസ് മാഷ് എത്ര രൂപ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് മാഷിന് പോലും അറിയാൻ വഴിയില്ല. 2019 തോമസിന് പകരം ഹൈബിയുടൻ സ്ഥാനാർത്ഥിയായതോടെ തോമസ് മാഷിൻ്റെ മുഖം വീർത്തങ്ങ് കെട്ടി. കോൺഗ്രസിനെ കയ്പായി. വീണ്ടും സീറ്റിനായി സോണിയാഗാന്ധിയോട് യാചിച്ചു. കുടുംബസഹിതം ദില്ലിയിൽ കഴിയുന്ന ഞാൻ സീറ്റില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നായി. പാർട്ടി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ച ഹൈക്കമാൻഡ് 2021 മാഷിനെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. അപ്പോഴും അച്ചായൻ്റെ ചൊറിച്ചിൽ ദിനം കുറഞ്ഞതേയില്ല. KPCCയുടെ വിലക്ക് മറികടന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാറിൽ പോയങ്ങ് പങ്കെടുത്തു. CPM ആളെ പിടിക്കുന്നതെല്ലാം സെമിനാറിൽ പ്രസംഗിപ്പിച്ചാണ്. മാണിച്ചായനും ഇപ്പോൾ തരൂരുമൊക്കെ പിണറായി സ്തുതി തുടങ്ങിയതും അങ്ങനെയാണ്. 2022 അച്ചായൻ KPCCയുടെ രാഷ്ട്രീയ കാര്യസമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കൺവെൻഷനിൽ പങ്കെടുത്തതോടെ പാർട്ടി തൊഴിച്ച് പുറത്തിട്ടു. തോമസിനെ കയ്യിൽ കിട്ടിയാൽ തൃക്കാക്കര കയ്യിലിരിക്കുമെന്ന് കരുതിയ പിണറായി വിജയൻ്റെ മോഹം പൊലിഞ്ഞുപോയി. അധികാര കൊതിമൂത്ത KV തോമസിൻ്റെ ദുർമുഖമോർത്ത് ജനം ഉമാ തോമസിനെ ഓടിച്ചിട്ട് ജയിപ്പിച്ചു. എന്നിട്ടും ആശ്രിത വത്സലനായ പിണറായി വിജയൻ KV തോമസിനെ കൈവിട്ടില്ല. ഒരു ജീവിതം കൊടുത്തു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചു. എന്താ മാഷിൻ്റെ പണി എന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. LDFിൻ്റെ ഒരു തരിയും UDFിൻ്റെ 18 എണ്ണവും ഉൾപ്പെടെ 19 MPമാർക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് മാന്ത്രിക വിദ്യയാണ് ഈ KV തോമസ് അവിടെ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ക്യാബിനറ്റ് പദവിയിലിരുന്ന് കോൺഗ്രസിനെ കൊഞ്ഞനം കുത്താം. കണ്ടോടാ എൻ്റെ പിണറായി എനിക്ക് വാരിക്കോരി തരുന്നതൊക്കെ എന്ന് പറഞ്ഞ് ഞെളിയാം. ഓണറേറിയം ഉൾപ്പെടെ വർഷം 30 ലക്ഷത്തോളം വരുന്ന ചെലവിന് പുറമെ തോമസിൻ്റെ പദവി നിലനിർത്താൻ യാത്രാബത്ത 11.31 ലക്ഷമാക്കാനാണ് ഇപ്പോഴത്തെ ശുപാർശ. കോൺഗ്രസ് ആയിരുന്നപ്പോൾ ഫ്രഞ്ച് ചാരനും തിരുതത്തോമയുമൊക്കെ ആയിരുന്ന CPMകാർക്ക് KV തോമസ്. ഇപ്പോൾ CPMകാർക്ക് അദ്ദേഹം തോമസ് മാഷാണ്. കാലാകാലങ്ങളിൽ ഏത് നേതാവിൻ്റെയും കാല് തിരുമ്മാൻ KV തോമസ് കഴിഞ്ഞേ ഉള്ളൂ വേറൊരാൾ. കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹത്തെ സ്തുതിച്ച് എൻ്റെ ലീഡർ, സോണിയയെ സ്തുതിച്ച് സോണിയ പ്രിയങ്കരി ഉൾപ്പെടെ 7 പുസ്തകങ്ങൾ രചിച്ച KV തോമസ് ദില്ലിയിലെ തണുപ്പിലിരുന്ന മറ്റൊരു പുസ്തകത്തിൻ്റെ രചനയിലാണ്. കൺകണ്ട ദൈവം പിണറായി.